ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയിട്ടുള്ള ഞാൻ എങ്ങനെയാണ് CTET ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി എന്നുള്ള ആ ഒരു വീഡിയോയിൽ ഞാൻ CTETന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്തിരുന്ന 2 ബുക്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ബുക്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു റിവ്യൂ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്കത് വാങ്ങിക്കണോ വേണ്ടയോ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമേ തന്നെ ഈ 2 ബുക്സും ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഈ 2 ബുക്സും ദിശ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനല്ല. ഞാൻ മറ്റേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ബുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദിശ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണ് രണ്ടും. ഇനി ഇതിൽ ആദ്യത്തെ ബുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ 2011 മുതൽ 2024 വരെയുള്ള CTETൻ്റെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം 19 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇതിലുള്ളത്. നമുക്ക് കണ്ടൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ 19 വർഷത്തെ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിയുമ്പോഴും നമുക്ക് അതിൻ്റെ ആൻസർ കീ വിത്ത് എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞപ്പോൾ ഇവിടെ അതിൻ്റെ ഫുൾ ആൻസർ കീ ഉണ്ട്. അത് കൂടാതെ ഓരോ ക്വസ്റ്റ്യൻ്റെയും എക്സ്പ്ലനേഷൻസാണ് ഈ കാണുന്നതൊക്കെ. കണ്ടോ, ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിയുമ്പോഴും ഈ ബുക്കിലുണ്ടാവും. ഇനി ഇതിൻ്റെ ലാംഗ്വേജ് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷും ലാംഗ്വേജ് 2 എന്ന് പറയുന്നത് ഹിന്ദിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ മലയാളത്തിന് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തരികയാണ് ചെയ്യുക. അവർ തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക ഹിന്ദി ആയിരിക്കും. സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയാണ് ഉണ്ടാവുക. നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവർ മലയാളത്തിന് വേണ്ടിയിട്ട് വേറെ തരികയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ഹിന്ദിയാണുള്ളൂ, മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഇനി രണ്ടാമത്തെ ബുക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബുക്കിനെക്കാട്ടും ചെറിയൊരു ഡിഫറൻസ് ആണ് ഈ ഒരു ബുക്കിനുള്ളൂ. സെയിം ദിശ പബ്ലിക്കേഷൻസിൻ്റെ തന്നെ ബുക്കാണ്. 2011 മുതൽ 2024 വരെയുള്ള സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഈ സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഓരോ ക്വസ്റ്റ്യനെയും ഓരോ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ സോർട്ട് ചെയ്തിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കണ്ടൻസ് കാണിച്ചു തരാം. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ 5 സബ്ജക്ട്സാണ് നമുക്കുള്ളത്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി, മാത്സ്, പെഡഗോജിക്കൽ ഇഷ്യൂസ് ആൻഡ് മാത്തമാറ്റിക്സ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ പെഡഗോജിക്കൽ ഇഷ്യൂസ് ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 1 ഇംഗ്ലീഷിൻ്റെ പെഡഗോജി, ഹിന്ദി ഭാഷ അതായത് സെക്കൻഡ് ലാംഗ്വേജ്, ഹിന്ദി ഭാഷ, ശിക്ഷൻ ശാസ്ത്ര, ഓക്കെ, ഹിന്ദിയുടെ പെഡഗോജി. ഇനി ഇതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ 21 ടോപ്പിക്സാണ് നമ്മുടെ സിലബസിലുള്ളത്. അതേ സെയിം ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും സോർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 8 ടോപ്പിക്സാണ് ഉള്ളത്. ആ 8 ടോപ്പിക്സിൻ്റെ അണ്ടറിൽ മാത്സിലത്തെ ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം സോർട്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ സബ്ജക്ട്സും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഫ്ലുവൻസ് എന്നാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2011 മുതൽ 2024 വരെ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 48 ക്വസ്റ്റ്യൻസ് ഈ വർഷങ്ങൾക്കിടയിൽ ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ ഹിൻസും എക്സ്പ്ലനേഷൻസും ആൻസേഴ്സും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അതിനുശേഷം അടുത്ത ടോപ്പിക്ക് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. അതും ഇതുപോലെ തന്നെ 17ഓളം ക്വസ്റ്റ്യൻസാണ് ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഒരു ബുക്കാണിത്. അപ്പോൾ എനിക്ക് ഈ ബുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കിയിട്ട് മറ്റേ ബുക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് തെറ്റിപ്പോയിട്ടുള്ള ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്സ് കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ ആ ടോപ്പിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനൊക്കെ പ്രത്യേകിച്ച് മാത്സിലൊക്കെ ഈ ബുക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ആ ടോപ്പിക്ക് നല്ലോണം ഉറയ്ക്കും. പിന്നെ നമ്മളൊരു പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മറ്റേ ബുക്കിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു 2 ബുക്സും യൂസ് ചെയ്തിട്ട് പഠിച്ചിരുന്നത്.
അപ്പോൾ ഈ 2 ബുക്സിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ബുക്കാണ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ആയിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്കും, ടോപ്പിക് വൈസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നന്നായിട്ട് അറിയുന്ന ടോപ്പിക്സ് ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ ബുക്കിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതി. ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമുക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അറിയുന്ന ടോപ്പിക്ക് ഒരുപാട് പഠിച്ച് ടൈം കളയേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ഒരു ഗുണം കൂടെ ഈ ഒരു സംഭവത്തിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ CTET പേപ്പർ 1ൻ്റെ ബുക്സാണ്. പേപ്പർ 2 ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പ്രീവിയസ് ഇയർ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്കും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ബുക്കും CTET പേപ്പർ 2നും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ 2 ബുക്സിൻ്റെയും റേറ്റ്. ആദ്യം കാണിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബുക്കിന് 460 രൂപയും രണ്ടാമത് കാണിച്ച ടോപ്പിക് വൈസ് ആയിട്ടുള്ള ബുക്കിന് 525 രൂപയാണ് അതിൻ്റെ ബാക്കിൽ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ചും കൂടി പൈസ കുറവിൽ കിട്ടും. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ബുക്ക് വാങ്ങിക്കാം. ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു സജഷൻ മാത്രമാണ്. ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലൊക്കെ CTETന് ഒരുപാട് വേറെയും ബുക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം നോക്കി റിവ്യൂസൊക്കെ നോക്കിയിട്ട് തന്നെ നല്ലൊരു ബുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.